ഡോക്ടറെ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കും ഡോക്ടറെ, പ്ലീസ്. ഡോക്ടറെ, ഇതേതാ സ്ഥലം? അയ്യോ, നീയല്ലട പറഞ്ഞ മെലിവിനെ നരകത്തി പോണെന്ന് നീയല്ല പറഞ്ഞേ. ഡോക്ടറെ, ഇവിടെ എന്താണ് നടക്കണേ? മോനെ മാവിനെ നീയല്ലട പറഞ്ഞേ നിനക്ക് നരകം കാണണമെന്ന്. ഇതാണ് നരകം. മടച്ചോശാമില്ലേ, മടച്ചോശാമനെ കുഴിച്ചിട്ട സ്ഥലം ഇതാണ്. ഇവിടെയാണ് മടച്ചോശാമനെ കുഴിച്ചിട്ട. ശോശാമേനെ കുഴിച്ചിട്ട സ്ഥലോ? മോനെ മെലിവിനെ നീയല്ലട കുട്ടാ പറഞ്ഞേ നരകം കാണണമെന്ന്. ഞാനെപ്പോ പറഞ്ഞു നരകം കാണുന്നു? പോട്. മോനെ മാവിനെ നീ നന്നായിട്ടൊന്ന് ഓർത്തോക്ക്. നീ പറഞ്ഞില്ലേ മോനെ നരകം കാണണമെന്ന്. ഞാൻ നരകം കാണുന്നല്ലോ പറഞ്ഞേ, ഈ നരകത്തെ രക്ഷപ്പെടുത്താനല്ലേ. അയ്യോ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നരകം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ നരകം കാണിക്കാനായിട്ട് മടച്ചോശാമ നമ്മളവിടെ എത്തിച്ചതാണ്. ടീച്ചറേ, എന്ത് ഇവിടെ നടക്കണേ? അയ്യോ, ഇതെങ്ങനെ പെട്ടെന്ന് ചുടല പറമ്പിന്ന് വീട്ടിൽ ലിഫ്റ്റിലെത്തിയത്? അയ്യോ, ഇതൊക്കെ ശോശാമയുടെ ഒരു വികൃതികളല്ലേ, വികൃതികള്. ഞങ്ങളുടെ ജീവിതം വെച്ചാണ് ഡോക്ടറെ വികൃതി ശോശാമയുടെ. അയ്യോ, നിന്നോടൊക്കെ വായിട്ടരച്ചിട്ട് എന്റെ വായിലെ വെള്ളം തീരാന്നല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമില്ല എന്ന് എനിക്ക് കാര്യം മനസ്സിലായി. വീട്ടില് പറയണോ വേണ്ടേന്ന് അത് ഞാൻ തീരുമാനിച്ചോളാം. തൽക്കാലം നീ എന്റെ സൗന്ദര്യം നോക്കിയിരിക്കാണ്ട് സീറ്റി പോയിട്ട് ഇരിക്കും. ചെല്ല് ചെല്ല് ചെല്ല്. ഈ ഒരു മാർക്ക് വെച്ചിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോണെന്ന് ആലോചിക്കണടാ. അച്ഛോ ശിവമോനെ, അടുത്ത നമ്മുടെ പേപ്പർ തോന്നണട്ടാ. അച്ഛോ, ഇനി വിളിക്കാൻ പോണ രണ്ടുപേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ വിശിഷ്ട വ്യക്തികളാ. വിശിഷ്ട വ്യക്തികൾ, ക്ലാസിന്റെ അഭിമാനവും കണ്ണിൽ ഉണ്ണിയുമായ രണ്ട് പിള്ളേര്. മാളൂന് എനിക്കും പേപ്പർ കിട്ടിയതാണല്ലോ. പിന്നെ ഞാൻ വിശിഷ്ട വ്യക്തികളെ നമ്മൾ രണ്ടുപേരല്ലുണ്ട്. ക്ലാസിന്റെ അപമാനവും ക്ലാസിനെ നാണം കെടുത്താനായിട്ട് ഉയർത്തെഴുന്നേറ്റ രണ്ട് വിശിഷ്ട വ്യക്തികളാണ് എന്നെ വിളിക്കാൻ പോണത്. നാണം മാനം അങ്ങനെ ഒരു സാധനങ്ങളും ഈ രണ്ടുപേർക്കും തൊട്ടടുത്തുകൂടെ പോയിട്ടില്ല. രാവിലെ എന്തിനോ വേണ്ടി കെട്ടിയെടുത്ത് വരും ക്ലാസ്സിലേക്ക്, എന്തൊക്കെയോ ചെയ്ത് തിരിച്ചു പോകും. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റോ ആ രണ്ട് വിശിഷ്ട വ്യക്തികൾ ആരാണ് നമ്മുടെ ക്ലാസ്സിലെ? ശിവമോനെ, നമ്മൾ അപമാനിക്കാൻ തോന്നുന്നുണ്ടാ. ഇനി ഇതിലും കൂടുതൽ അപമാനം കിട്ടാനാടാ. അച്ഛോ, ഒരു 2 മാർക്കെങ്കിലും ഉണ്ടായി മതിയായിരുന്നു നമ്മുടെ പേപ്പറിൽ. ശിവമോനെ, സുബ്രമോനെ, ഇത് പെണ്ണ് അപമാനിച്ചേക്കാൾ കൂടുതൽ നിങ്ങൾ അപമാനിക്കണല്ലോടാ. നാണം കെടുത്ത ഈ സാറ് എന്തിനാളേ തമ്പായേ. എന്നാലും സാറ് ആരെ കുറിച്ച് പറഞ്ഞു? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ ഇപ്പൊ പറഞ്ഞ രണ്ട് വിശിഷ്ട വ്യക്തികൾ ആരാണ്? നാണം മാനില്ലാത്ത വിശിഷ്ട വ്യക്തികൾ ആരാന്ന് ഊഹിക്കാൻ പറ്റുമോ? മാള് പറയൂ, ആരായിരിക്കും? വളരെ വളരെ കറക്റ്റ് മാളു, വളരെ കറക്റ്റ്. പിന്നെ വേറെ ആരാണ് നമ്മുടെ ക്ലാസ്സിലെ വിശിഷ്ട വ്യക്തികള്? എന്തായാലും വിശിഷ്ട വ്യക്തികൾ എല്ലാരും കൂടെയാണ് ആനയിക്കുക. ശിവമോനെ, സുബ്രുവാ, നിങ്ങൾ അപമാനിക്കുന്ന കണ്ടാ നിന്നെക്കാൾ കൂടുതൽ ഞങ്ങൾ അപമാനിക്കാമല്ലോ. എനിക്ക് എന്താടാ അതിനുശേഷം നമ്മുടെ പണി. അല്ല പിന്നെ നാണം കെടുത്തി ഇവരെ തൊലി ഉരിക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ പണി കൊടുക്കാൻ പോണേ. അല്ലേ മെല്ലേ ഷിബുവ സുബ്ര, നിന്നൊക്കെ ഞാൻ പ്രത്യേകം വിളിച്ച് ആനയിക്കണം ഇങ്ങോട്ട് വരാനായിട്ട്. നിങ്ങൾ രാജാക്കന്മാരാ, വാട മക്കളെ. ബായോ പേപ്പർ വേണ്ട നിങ്ങക്ക്? ബായോ എന്തിട്ടാടാ അവിടെ കിടന്ന് പരിങ്ങണേ? വാടാ, നീയൊക്കെ എഴുതിയ പേപ്പറിന് തരാൻ വിളിക്കണേ. ഇങ്ങോട്ട് വായോ. ഞങ്ങൾക്ക് പേപ്പർ തന്നില്ലെങ്കിലും കുഴപ്പമില്ല സാറേ. ശിവമോനെ അങ്ങനെ പയ്യലടാ, എന്തായാലും മേടിക്കണ്ട, നമുക്ക് പോയി വെച്ചിട്ട് വരാം. മിന്നുസേ, പാവങ്ങളില്ലേ, എന്റെ എത്ര മാർക്ക് പോലെ ഈ പാവങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് തോന്നണേ. അല്ലേ മിന്നുസേ? അത് പിന്നെ നിനക്ക് 5 ആയാലും 50 ആയാലും എന്നേക്കാളും കുറവല്ലേ അവർക്ക്.
മക്കളെ വേഗം വായു, സമയങ്ങളെല്ലാം ഷിബു സുബ്രു വേഗം വായു, പേപ്പർ മേടിച്ചിട്ട് വേഗം പോ ബാബാ. സുബ്രമോനെ, എന്നാൽ നമ്മൾ രണ്ടുപേരും എന്താ ഒരുമിച്ച് വിളിക്കണേ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വിളിക്കാൻ കാരണം ഇത്ര മതി. എനിക്ക് ആലോചന കിട്ടണില്ല. കൂടുതൽ ആലോചിക്കണ്ട, ചെന്ന് പേപ്പർ മേടിക്ക്. നിങ്ങളുടെ പേപ്പർ തരണേക്ക് മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം കേടാവാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇത്ര മതി. എന്തിക്കണാവോ ഈ ഭൂമി രണ്ടായിട്ട് പിളർന്നു പോണേ? ടെൻഷടിച്ചിട്ട് വയ്യ അച്ഛോ. നിങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ച് വിളിക്കാനുണ്ടായ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അതെന്ത് പേടിച്ചിട്ട് സാറേ? ഇല്ല സാറേ, അറിയില്ല. അതിനുള്ള കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാട്ടോ മക്കൾക്ക്. നിങ്ങൾ ഒരാളേല് നോക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അതാരാന്നുള്ളത് പറയാ. നോക്കിയേ എന്റെ പൂർണ്ണത്തിലേക്കാ എന്തിട്ടൊക്കെ പറയണേ? അതായത് കോപ്പി അടിച്ചൊന്ന് നോക്കി എഴുതാന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? കോപ്പി അടിച്ചൊന്ന്. ആരാണ് നിങ്ങളോട് കോപ്പി അടിച്ചത് പറഞ്ഞു? കോപ്പിടിക്ക്. ഈ മണ്ടന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കോപ്പിടിക്ക്. അച്ഛേ തമാശ ഈ മണ്ടന്മാരെ ആരെ നോക്കി പിടിക്കണേ? ഇവര് രണ്ടുപേരും മണ്ടന്മാരല്ലേ? പിന്നെ എന്തിട്ടല്ലേ? അയ്യോ സുബ്രമോനെ, ഞാനും കെട്ടിക്കണം നിങ്ങള് എന്റെ കുഞ്ഞു കുടുംബന്മാരെ. എല്ലാവരും കേട്ടോ, ഇവര് രണ്ടുപേരിൽ ഒരാളെ നോക്കി കോപ്പി അടിച്ചിട്ടുണ്ട്. കോപ്പി അടിക്കുന്നോണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, ഒരാൾ എഴുതിയ പൊട്ടത്തരം അതേപോലെ തന്നെ മറ്റേ മണ്ടൻ എഴുതി വെച്ചു. അതായത് രണ്ട് മണ്ടന്മാരും ഒരേ മണ്ടത്തരങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിക്ക. അയ്യോ മോളെ, ചാവൂലെന്ന്. അയ്യോ ഞങ്ങൾ കോപ്പിടിച്ചിട്ടില്ല. അത്തോ സുബ്രമോനെ, ഞാൻ എന്റെ നോക്കി എഴുതിന്ന് പറയലടാ. അച്ഛോ പോടാ. അയ്യോ നിങ്ങൾ കോപ്പി അടിച്ചിട്ടില്ല? ഇല്ല സാറേ, ഞങ്ങൾ കോപ്പി അടിച്ചിട്ടില്ല. ഉറപ്പാണോ നിങ്ങൾ കോപ്പി അടിച്ചിട്ടില്ല? ഇല്ല സാറേ. നീ ആരുടെ സുബ്ര കളിക്കാൻ കോഴിവാബയാണോ? ഇല്ല സാറേ, ഞങ്ങൾ കോപ്പി അടിച്ചിട്ടില്ല. പേടിച്ചിട്ടില്ലേ? നിങ്ങൾ എഴുതി വെച്ച സംഭവമില്ലേ? അത് ഞാൻ ചോദിക്കാം. അപ്പൊ അതേപോലെ തന്നെ ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. എന്തായാലും എഴുതി വെച്ചല്ലേ, നിങ്ങൾക്ക് പറയാനും പറ്റുമല്ലോ. അയ്യോ സാറേ, അത് വേണോ? അതൊക്കെ എന്തിനാ? അതൊക്കെ വെറുതെ സമയം വേസ്റ്റ് അല്ലേ സാറേ? എന്ത് സമയം വേസ്റ്റ്? ഒരു സമയം വേസ്റ്റ് ഇല്ല. ഞാൻ ചോദിക്കാം. നിങ്ങൾ എഴുതി വെച്ച സംഭവം ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. നിങ്ങൾ എഴുതി വെച്ച ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. ശിവമോനെ, നീ എന്തിനാടാ എന്റെ പേപ്പറിൽ നോക്കി എഴുതിയേ? അച്ഛോ എല്ലാവരും കേൾക്കണം. നോക്കി എഴുതിയതല്ല എന്റെ പ്രശ്നം. ഒരു പൊട്ടൻ എഴുതിയ ലോക പൊട്ടത്തരം മറ്റവൻ അതേപടി പകർത്തി വെച്ചിക്ക. കുറച്ചെങ്കിലും ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കില്ല. ഞാനിപ്പോ ചോദിക്കാം, അതിന് ഉത്തരം അതിന്റെ ഒരാൾ പറയാം കേട്ടാ. അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്റെ തനി സ്വഭാവം പുറത്തെടുക്കും. അതായത് ചട്ടകം പഴിപ്പിച്ച് രണ്ടിന്റെ മൂട്ടിൽ വെക്കുന്നു. അച്ഛോ പെട്ടടാ. അപ്പൊ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കിറ്റ് ഇന്ത്യ സമരം എന്നാൽ എന്ത്? പറയടാ, ഉത്തരം പറയാ. സാറേ, അത് എഴുതി വെച്ചത് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല. എന്തിനാവോ? ഓർമ്മ കിട്ടില്ല, ഞാൻ തന്നെ വായിച്ചു പറയാം. എല്ലാവരും കേട്ടോ. പാവങ്ങള്. ഒരു ചേച്ചി കടയിൽ പോയി സാധനം മേടിച്ചപ്പോ ആ സാധനങ്ങൾ ഇടാനായിട്ട് ഒരു കിറ്റ് കൊടുത്തു. സാറേ, ബാക്കി വായിക്കണോ? സാറേ വേണ്ട സാറേ. എന്താ വായിച്ച കുഴപ്പം? നീയൊക്കെ എഴുതി വെച്ചല്ലേ? അയ്യോ, ആ ചേച്ചിക്ക് കടക്കാര് കൊടുത്ത കിറ്റ് തമിഴ്നാട്ടിലെ കിറ്റായിരുന്നു. അപ്പോ ആ ചേച്ചി ഇന്ത്യയിലെ കിറ്റ് വേണോ എന്ന് പറഞ്ഞ് ആ ചേച്ചി ഒച്ചയുണ്ടായി. അങ്ങനെ ആ ചേച്ചി സമരം ചെയ്തു. കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞു. അതായത് ഇന്ത്യയിലെ കിറ്റ് വേണം എന്ന് പറഞ്ഞ്. അങ്ങനെ അവസാനം ആ ചേച്ചി കടക്കാര് ഇന്ത്യത്തെ കിറ്റ് കൊടുത്തു. അതാണ് കിറ്റ് ഇന്ത്യ ഈ മണ്ടന്മാര് എഴുതി വെച്ചത്. എന്താ അതിനിപ്പെന്തല്ലേ? ആ ചേച്ചി പാവം ചേച്ചല്ലേ ഇന്ത്യയിലെ കിറ്റ് വേണമെന്ന് പറഞ്ഞത്. അതിനിപ്പോ എന്താ തെറ്റ്? എടാ പൊട്ടാ, ഈ തമിഴ്നാട് എവിടെ കിടക്കണേ? ഇന്ത്യയിലല്ലേ തമിഴ്നാട് കിടക്കണത്? അത് പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. ഒരു പൊട്ടൻ എഴുതി അതേ പൊട്ടത്തരം മറ്റവൻ എഴുതി പകർത്തി വെച്ചാണ്. നിങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ട കഴുതകളെ? എന്റെ പണ്ടത്തെ സ്വഭാവമാണെങ്കിലേ രണ്ടിന്റെ മുട്ടിൽ ചാട്ടകം പഴിപ്പിച്ച് വെച്ചാണ് ഞാൻ. ചാട്ടകം